ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെ അയ്യപ്പ പണിക്കർ എഴുതിയ ഐ മെറ്റ് വാൾട്ട് വിറ്റ്മാൻ യെസ്റ്റർഡേ ആൻ ഇൻ്റർവ്യൂ എന്ന പോയത്തെ പറ്റിയിട്ടാണ്. കെ അയ്യപ്പ പണിക്കർ എന്ന കവി ഈ കവിത മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ ട്രാൻസ്ലേഷൻ ചെയ്തിരിക്കുന്നത് എ.ജെ. തോമസ് എന്ന വ്യക്തിയാണ്. അയ്യപ്പ പണിക്കർ ജനിച്ചത് 1930-ലാണ്. അദ്ദേഹം ഒരു മലയാളം പോയറ്റാണ്, ക്രിറ്റിക്കാണ്, അതുപോലെ ടീച്ചറും കൂടിയാണ്. കേരളത്തിലെ ആലപ്പുഴ എന്ന ജില്ലയിലെ കുട്ടനാട് എന്ന സ്ഥലത്ത് കാവാലത്താണ് അദ്ദേഹം ജനിച്ചത്. അതുപോലെ അദ്ദേഹം MA ചെയ്തത് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. PhD ചെയ്തത് ഇന്ത്യാന യൂണിവേഴ്സിറ്റിയിൽ നിന്നും. പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് ചെയ്തത് യാലെ ആൻഡ് ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും. പിന്നെ കേരള യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുണ്ട് ആൻഡ് റിട്ടയർഡ് ആസ് ഹെഡ്. ഈ പോയട്രിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് പോയറ്റായ അയ്യപ്പ പണിക്കരും വാൾട്ട് വിറ്റ്മാനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, ഇമാജിനേറ്റീവ് കോൺവെർസേഷൻ പോലെയാണ് ഈ പോയം സ്ട്രക്ചർ ചെയ്തേക്കുന്നത്. ഈ പോയട്രിയിൽ പറഞ്ഞിട്ടുള്ള വാൾട്ട് വിറ്റ്മാൻ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ പോയറ്റാണ്. 1819-ലാണ് ജനിച്ചത്. അതുപോലെ 1892-ലാണ് അദ്ദേഹത്തിൻ്റെ മരണം. നേരത്തെ പറഞ്ഞതുപോലെ അയ്യപ്പ പണിക്കരുടെയും വാൾട്ട് വിറ്റ്മാൻ്റെയും ഇടയിലുള്ള ഒരു ഡയലോഗ് പോയമാണിത്. ഈ ഒരു പോയം എക്സ്പ്ലോർ ചെയ്യുന്നത് പാരഡോക്സസ് ആണ്. ഇന്ത്യൻ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന, എന്നാൽ US-ൻ്റെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ റിയാലിറ്റി ഫേസ് ചെയ്യുമ്പോൾ മനസ്സിലാകുന്ന കുറച്ച് പാരഡോക്സസ് ആണ് ഈ പോയട്രിയിലൂടെ കെ അയ്യപ്പ പണിക്കർ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്ന തീംസ് എന്ന് പറയുന്നത് കൾച്ചറൽ ഐഡൻറ്റിറ്റി, ട്രഡീഷൻ, മോഡേണിറ്റി എന്നിവയാണ്. സോ ഇതൊരു തോട്ട് പ്രൊവോക്കിംഗ് പോയമാണ്. ഈ തീംസിനെ കുറിച്ച് കൂടുതൽ നമ്മളെ ചിന്തിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പോയം കൂടിയാണ്. നമുക്ക് ഈ പോയത്തിലെ ലൈൻ വൈസ് എക്സ്പ്ലനേഷൻസ് നോക്കാം. ആദ്യത്തെ ലൈൻ, യെസ്റ്റർഡേ ഓർ ദി ഡേ ബിഫോർ ഐ മെറ്റ് വിറ്റ്മാൻ. ഇവിടെ സ്പീക്കർ അവതരിപ്പിക്കുന്നത് 19-ാം നൂറ്റാണ്ടിലെ അമേരിക്കൻ കവിയായിട്ടുള്ള വാൾട്ട് വിറ്റ്മാനുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയെ കുറിച്ചിട്ടാണ്. ഇത് സമീപകാലവും ഉജ്ജ്വലവുമായ അനുഭവം നിർദ്ദേശിക്കുന്നു. ഇവിടെ എങ്ങനെ പറയാൻ കാരണം, കെ അയ്യപ്പ പണിക്കർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിന് തൊട്ട് മുൻപുള്ള ജനറേഷനിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് വാൾട്ട് വിറ്റ്മാൻ എന്ന് പറയുന്നത്. സോ ഈ പോയട്രിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഉള്ള ഒരു കോൺവെർസേഷൻ നടക്കുന്നത് സ്പീക്കറുടെ ഇമാജിനേഷനിലൂടെയാണ്. നെക്സ്റ്റ് ലൈൻ, I met Whitman talking aloud in solitude about the populace. ഈ ലൈൻസിൻ്റെ മീനിങ് ഏകാന്തതയിൽ ജനക്കൂട്ടത്തെക്കുറിച്ച് ഉറക്കെ സംസാരിക്കുന്ന വിറ്റ്മാനെയാണ് സ്പീക്കർ കണ്ടുമുട്ടിയത് എന്നാണ്. ഇവിടെ പോപ്പുലേസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ കോമൺ പീപ്പിൾസിനെയാണ്. സോ ഈ ലൈൻസിലൂടെ പറയുന്നത് വിറ്റ്മാന് കോമൺ പീപ്പിൾസിനോടുള്ള കൺസേണിനെ കുറിച്ചിട്ടാണ്. അവരോടുള്ള കൺസേൺസ് പറഞ്ഞുകൊണ്ട് ആ ഒരു കോമൺ പീപ്പിൾസിനെ ഇതിലൂടെ ചിത്രീകരിക്കുന്നു. നെക്സ്റ്റ് ലൈൻസ്, കാസ്റ്റിംഗ് ഹിസ് ലോങ് ഷാഡോ അക്രോസ് ലോങ് ഐസ്ലാൻഡ്, the poet patriarch was counting waves, each wave a generation, each bow the semblance of the American people. ഈ ലൈൻസിലെ ലോങ് ഐസ്ലാൻഡ് എന്ന് പറയുന്നത് ആൻ ഏരിയ ഇൻ ന്യൂയോർക്കിലെ ഒരു ഏരിയനെ പറയുന്നതാണ്. അതായത് ഒരു നീണ്ട ദ്വീപിൽ തൻ്റെ നിഴൽ വീഴ്ത്തിക്കൊണ്ട് പോയറ്റ്, പാട്രിയാർക്ക്, അതായത് ഗോത്രപിതാവ് എന്നൊക്കെ പറയും, അദ്ദേഹം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? കൗണ്ടിങ് വേവ്സ്,
അതായത് തിരമാല എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈച്ച് വേവ് എ ജനറേഷൻ, അതായത് ഓരോ തിരയും ഓരോ ജനറേഷനെ സൂചിപ്പിക്കുന്നുണ്ട്. ഈച്ച് ബോവ് ദ സെംബ്ലൻസ് ഓഫ് ദി അമേരിക്കൻ പീപ്പിൾ. സോ ഓരോ തിരയും ഓരോ തലമുറ ഓരോന്നിനെയും അമേരിക്കൻ ജനതയുടെ സാദൃശ്യം അതിലുണ്ടായിരുന്നു എന്നാണ് ഈ വരികളിലൂടെ പറയുന്നത്. അതായത് ഇത് സിംബോളിക്കലി മീൻ ചെയ്യുന്നത് വിജയം നേടിക്കൊണ്ടിരിക്കുന്ന ജനറേഷൻ, അമേരിക്കൻ ജനറേഷനെ കുറിച്ചിട്ടാണ് ഇവിടെ പോയറ്റ് സിംബോളിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലൈൻസ്: നേക്കഡ് വിറ്റ്മാൻ, hairy body, grey beard, sparkling eyes. സോ ഇവിടെ വിറ്റ്മാൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ് ലൈൻസ്: all other limbs enveloped by the rocking mother sea, wailing seagull. സോ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നേക്കഡ് വിറ്റ്മാൻ. സോ ഈ ലൈൻസിൽ പറയുന്നത് മറ്റെല്ലാ അവയവങ്ങളും ആടിയുലയുന്ന മാതൃസമുദ്രത്താൽ പൊതിഞ്ഞിരിക്കുന്നു എന്നാണ്. വിത്ത് ദി സൗണ്ട്സ് ഓഫ് സീഗൾ, അതായത് ഈ കടൽ കാക്കകളുടെ ശബ്ദത്തോടൊപ്പം വിറ്റ്മാൻ പ്രകൃതിയിൽ മുഴുകി എന്നാണ് ഈ ലൈൻസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ലൈലാക്ക് എന്ന് പറയുന്നത് എ ഷ്രബ് വിച്ച് ഹാസ് ലാർജ് സ്പ്രേസ് ഓഫ് പർപ്പിൾ, ഒരു പർപ്പിൾ നിറത്തിലുള്ളൊരു പൂവാണ്. ഫ്രാഗ്രൻറ്റ് ഫ്ലവേഴ്സ്. ദ ലൈലാക്ക് ഈസ് എ റിക്കറിംഗ് ഇമേജ് ഇൻ വിറ്റ്മാൻസ് പോയട്രി. വെൻ ലൈലാക്സ് ലാസ്റ്റ് ഇൻ ദി ഡോർയാർഡ് ബ്ലൂംഡ് ഈസ് എ ഫേമസ് പോയം ബൈ വിറ്റ്മാൻ. സോ ഇവിടെ വിറ്റ്മാൻ എഴുതിയ ഒരു പോയം ഇവിടെ റെഫറൻസ് വരുന്നുണ്ട്. ഈ ലൈൻസിൻ്റെ മീനിങ് വരുന്നത് ലൈലാക്സ് ബ്ലോസമിങ് ഫോർത്ത്. സോ ലൈലാക്സ് എന്ന് പറഞ്ഞ ഫ്ലവേഴ്സ് വിരിയുന്നു. പിന്നെ ഡ്രം ബീറ്റ്സിൻ്റെ ഭ്രാന്തമായ സൗണ്ടും കൂടി ബാക്ക്ഗ്രൗണ്ടായിട്ട് അതിൻ്റെ കൂടെ ഉണ്ട്. സോ ഇവിടെ ലൈലാക്കുകളുടെയും ഡ്രം ബീറ്റ്സിൻ്റെയും ഇമേജറി തന്നിരിക്കുന്നത് ശാന്തതയും അരാജകത്വവും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രണ്ട് തരം കണ്ടീഷനുകളെ പറ്റി പ്രതിപാദിക്കുന്ന ഒരു വരികളാണിത്. നെക്സ്റ്റ് ലൈൻസ്: ഹേയ് വിറ്റ്മാൻ, ഐ കോൾ ഔട്ട്, മൈ ഫ്രണ്ട്. ദ വോയിസ് ഹാഡ് ഡ്രോൺ നിയർ. Look, he said, Columbus' geographical error, history's gain. സോ ഇവിടെ ക്രിസ്റ്റഫർ കൊളംബസിൻ്റെ തെറ്റായ കണ്ടെത്തലിനെ കുറിച്ച് പരാമർശിച്ചിട്ടുകൊണ്ടാണ് വിറ്റ്മാൻ സ്പീക്കറിനെ അഭിസംബോധന ചെയ്യുന്നത്. ഇത് അശ്രദ്ധമായി ചരിത്രപരമായ സംഭവവികാസങ്ങളിലേക്ക് നയിക്കുന്നു. നെക്സ്റ്റ് ലൈൻസ്: പണിക്കർ, I knew you would come again. I feigned surprise. The rebirth of the human soul is nothing new to me. സോ പണിക്കർ, ഈ ലൈൻസിലൂടെ വിറ്റ്മാൻ പറയുന്നത് പണിക്കർ നീ വീണ്ടും വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ പണിക്കർ എന്ത് ചെയ്തു? അത്ഭുതം നടിച്ചു. മനുഷ്യാത്മാവിൻ്റെ പുനർജന്മം എനിക്ക് പുതുമയുള്ള കാര്യമല്ല എന്നാണ് വിറ്റ്മാൻ ഇവിടെ പറയുന്നത്. അതായത് ഇവിടെ അയ്യപ്പ പണിക്കറും വിറ്റ്മാനും തമ്മിലുള്ളൊരു ടൈംലെസ് കണക്ഷനെ പറ്റിയിട്ടാണ് പ്രതിപാദിക്കുന്നത്. നെക്സ്റ്റ് ലൈൻസ്: വൈ ഡു യുവർ പീപ്പിൾ ഗെറ്റ് എവേ വെൻ ദേ മീറ്റ് യുവർ പീപ്പിൾ ആസ് ഇഫ് ദേ ആർ നോട്ട് യുവർ പീപ്പിൾ. സോ ഇവിടെ വിറ്റ്മാൻ ചോദിക്കുന്നൊരു ചോദ്യമാണ്, നിങ്ങളുടെ ആളുകളെ നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ ആ ആളുകൾ നിങ്ങളുടെ ആളുകളല്ലെന്ന മട്ടിൽ രക്ഷപ്പെടുന്നത് എന്തുകൊണ്ട് എന്നാണ് ചോദിക്കുന്നത്. സോ ഈ ലൈൻസിലൂടെ വിറ്റ്മാൻ സാമൂഹിക വിഭജനത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്. വ്യക്തികൾ തമ്മിലുള്ള അകൽച്ചയും വിച്ഛേദനത്തിൻ്റെയും പ്രശ്നങ്ങൾ ഇവിടെ ഉയർത്തിക്കാട്ടുന്നു. നെക്സ്റ്റ് ലൈൻസ്: ഡു യു പ്രിഫർ വൈറ്റ്സ് ടു ബ്ലാക്സ്? ഹാവ് യു അസൈൻഡ് ഫോർ അതേഴ്സ്
The ironical humor in buying missionary here, talking all the while about the glorious heritage of your ancient past. നിങ്ങൾ കറുത്തവരേക്കാൾ വെളുത്തവരെയാണോ ഇഷ്ടപ്പെടുന്നത് എന്ന് വിറ്റ്മാൻ ഇവിടെ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ പുരാതന ഭൂതകാലത്തിൻ്റെ മഹത്തായ പൈതൃകത്തെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുന്ന യന്ത്രസാമഗ്രികൾ വാങ്ങുന്നതിലെ വിരോധാഭാസമായ തമാശ നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകിയിട്ടുണ്ടോ എന്നും ഇവിടെ വിറ്റ്മാൻ ചോദിക്കുന്നു. ഈ ലൈൻസിലൂടെ പുരാതന പാരമ്പര്യങ്ങളെ ഗൃഹാതുരത്വമായി പുകഴ്ത്തുന്ന അതേ സമയത്ത് വംശീയ മുൻഗണനകളെയും ആധുനികതയെ സ്വീകരിക്കുന്നതിനുള്ള വൈരുദ്ധ്യത്തെയും കുറിച്ച് ഒരന്വേഷണ ചോദ്യങ്ങൾ ഈ തരത്തിലുള്ള അന്വേഷണ ചോദ്യങ്ങൾ സ്പീക്കറെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലൈൻസ്. ഡു യു ഹാവ് ഇൻ യുവർ ലാൻഡ് സ്റ്റിൽ ദോസ് സേജസ് who eating only their silences counsel their rulers? Have you gone in search of Himalayan caves, you who hurry now to Niagara? ഇവിടെ ആദ്യം വിറ്റ്മാൻ ചോദിക്കുന്നത് നിശബ്ദത മാത്രം ഭക്ഷിക്കുകയും ഭരണാധികാരികളെ ഉപദേശിക്കുകയും ചെയ്യുന്ന മുനിമാർ നിങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ടോ എന്നാണ് ആദ്യം ചോദിക്കുന്നത്. പിന്നീട് ചോദിക്കുന്നത്, ഇപ്പോൾ നയാഗ്രയിലേക്ക് പോകുന്ന നീ ഹിമാലയൻ ഗുഹകൾ തേടി പോയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അത് വിറ്റ്മാൻ അവിടെ ഒരു താരതമ്യം നടത്തുകയാണ്. പാശ്ചാത്യ ആകർഷണവുമായി വശീകരണവുമായിട്ട് ഇവിടെ നമുക്കൊരു കമ്പാരിസൺ കാണാം. അതായത് വെസ്റ്റേൺ അട്രാക്ഷൻസിലേക്ക് പോകുമ്പോൾ അതിവിടെ കമ്പയർ ചെയ്യുന്നത് സ്പിരിച്വൽ വിസ്ഡം തേടി പോകുന്നതുമായിട്ടാണ്. ഇവിടെ കമ്പാരിസണും പാരഡോക്സും ഒരുമിച്ച് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം നയാഗ്ര കാണുന്നതിന് മുൻപ് തന്നെ നീ ഹിമാലയൻ കേവ്സ് കണ്ടിട്ടുണ്ടോ എന്നാണ് ഇവിടെ വിറ്റ്മാൻ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നത്. നെക്സ്റ്റ് ലൈൻസ്. ആറ്റം ഓർ അറ്റ്മാൻ, വിച്ച് ഓഫ് ദീസ് ഡു യുവർ സയൻറ്റിസ്റ്റ് സ്ട്രൈവ് ആഫ്റ്റർ? നിങ്ങളുടെ സയൻറ്റിസ്റ്റ് എന്തിനാണ് അന്വേഷിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. സ്പിരിച്വൽ എസൻസിനെയാണോ അന്വേഷിക്കുന്നത് അതോ മെറ്റീരിയൽ സയൻസിനെയാണോ എന്നാണ് വിറ്റ്മാൻ ഇവിടെ ചോദിക്കുന്നത്. നെക്സ്റ്റ് ലൈൻസ്. The glow of the Vedic culture of old, Emerson, Thoreau, Martin Luther King, and I have cherished its sweetness as countless others. ഇവിടെ എമേഴ്സൺ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ ഫിലോസഫറാണ്. തോറോ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ റൈറ്ററാണ്. കിങ് മാർട്ടിൻ ലൂതർ എന്ന് പറയുന്നത് ബ്ലാക്ക് ബാപ്റ്റിസ്റ്റ് മിനിസ്റ്റർ ആൻഡ് അമേരിക്കൻ സിവിൽ റൈറ്റ് ലീഡറുമാണ്. ഇന്ത്യയുടെ വേദിക് കൾച്ചർ എന്ന് പറയുന്ന ഒരു ഏൻഷ്യൻ കൾച്ചറാണ് ഇന്ത്യയുടെ. സോ അത് അമേരിക്കൻ റൈറ്റേഴ്സ് ആയിട്ടുള്ള എമേഴ്സൺ, തോറോ, മാർട്ടിൻ ലൂതർ കിങ്ങിനെയൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ഈ പോയത്തിൻ്റെ ലാസ്റ്റ് ലൈൻ നോക്കാം. കം ലെറ്റ്സ് വാക്ക് അപ്പ് ടു ദ പസഫിക് കോസ്റ്റ്. ഈ ഒരു ലൈൻസിലൂടെ വിറ്റ്മാൻ പറയുന്നത് മനുഷ്യന്മാരുടെ ഇടയിലുള്ള ഡിവിഷൻസ് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് പരസ്പര ഐക്യത്തോടെ പസഫിക് കോസ്റ്റ്, അതായത് പസഫിക് സമുദ്രം പോലെ കിടക്കുന്ന ഈ ഒരു ലോകത്തെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാമെന്നാണ് ലാസ്റ്റ് ലൈനിലൂടെ വിറ്റ്മാൻ പറയുന്നത്. സോ ഇതിലൂടെ വിറ്റ്മാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു റിഫ്ലക്റ്റീവ് ഡയലോഗ് പോയട്രിയാണ്. കുറേ കാര്യങ്ങളുടെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് ഈ പോയത്തിലൂടെ കാണാൻ സാധിക്കും. അതായത് കൾച്ചറൽ ഐഡൻറ്റിറ്റി, സൊസൈറ്റൽ ഡിവിഷൻസ് ആൻഡ് ദി ബാലൻസ് ബിറ്റ്വീൻ ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി. ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ് ഈ ഒരു പോയട്രിയുടെ മെയിനായിട്ടുള്ളൊരു ഉദ്ദേശം എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും ഈ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കണം. ഇതുപോലെയുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട്
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.